അറബികളോട് സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനവും സ്നേഹവും നേടിയെടുക്കാൻ വളരെ പ്രധാനപ്പെട്ട 2 വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽപ്പെട്ട ഒന്നാണ് അസ്സലാമു അലൈക്കും തമ്മിന്നി യാ ഷെയ്ഖ്. തമ്മിന്നി എന്ന് പറയാം. എന്താ പറയാ? തമ്മിന്നി യാ ഹബീബി, തമ്മിന്നി യാ ഷെയ്ഖ്. അതായത് തുമൈനീനത്ത് എന്ന ശാന്തത എന്നർത്ഥം. അങ്ങെനിക്ക് ശാന്തമായ കാര്യങ്ങൾ, അതായത് താങ്കളുടെ സമാധാനം ഞാൻ കേൾക്കട്ടെ എന്നാ തമ്മിന്നി എന്ന് പറഞ്ഞാൽ. തമ്മിന്നി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഫോൺ ചെയ്യുമ്പോൾ തമ്മിന്നി യാ ഹബീബി, തമ്മിന്നി എന്നാൽ കാര്യങ്ങളൊക്കെ നല്ലവർക്ക് പോകുന്നില്ലേ എന്ന അർത്ഥത്തിനാണ്. ഒന്ന് അതാണ്. രണ്ടാമത്തെ ബഷീർനി എന്നാണ്. എന്താണ് പറയാം? ബഷീർനി യാ സയ്യിദ്, ബഷീർനി എന്ന് പറയാം. ഓക്കെ, അതും നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാൾ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ചിലപ്പോഴൊക്കെ വളരെ പ്രയാസത്തിലുണ്ടാവുക. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ തീർന്നില്ലേ, പ്രശ്നങ്ങളൊക്കെ പരിഹാരമായില്ലേ എന്ന ഒരു ചോദ്യവും കൂടി അതിനകത്തുണ്ട്. ബഷീർനി യാസ്, ബഷീർനി യാസ് ഇത് ഇവരുടെ ശൈലിയാണ്. ബഷീർനി എന്ന് പറയും. ഇപ്പം ഹിന്ദിക്കാരൊക്കെ പറയും ഖുഷ് ഖബരി സുനായിയേ, ഖുഷ് ഖബരി സുനായി, നല്ല നല്ല വാർത്തകളൊക്കെ കേൾക്കട്ടെ എന്ന് അവർ പറയുന്നതാണ്. എന്താ വർത്താനം എന്നുള്ളതിൻ്റെ മറ്റൊരു ഭാഗമാണത്. അതേപോലെയാണ് ഇവരും പറയാറുള്ളത് തമ്മിന്നി ബഷീർനി. ഈ ബഷീർനി എന്ന് നമ്മളോടൊരാൾ പറഞ്ഞാൽ ബഷറക ബിൽ ഖൈർ എന്ന് തിരിച്ചു പറയാം. ബഷറക ബിൽ ഖൈർ എന്ന് പറയാം. ഈ ബിഷാറത്ത് എന്ന് പറയുന്നത് വളരെ വലിയ വിശാലമായ അർത്ഥമുള്ള ഒരു സംഗതി. ബിഷാറത്ത് അതായത് നമ്മൾ സാധാരണഗതിയിൽ എന്തിനാ ബിഷാറ, ഞങ്ങളൊരു കാര്യം അദ്ദേഹത്തോട് പറയാൻ പോവാണ്. ഇപ്പം നിങ്ങളോട് എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ട്. ആ പറയുന്നതിന് മുമ്പ് ഞാൻ പറയും എന്തിനാ ബിഷാറ, മഷാ അല്ലാഹ് ശുനു ബിഷാറ യാ ഹബീബി, എന്തിനാ ബിഷാറ, ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്നാ. ബിഷാറക്ക് എന്താ അർത്ഥം? ഗുഡ് ന്യൂസ് എന്നാ. അപ്പം അതിന് പറയാം എന്തിനാ ബിഷാറ. അവിടെ അതുമാത്രമല്ല, ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിലൊക്കെ പറയാറുള്ള ഒന്നാണ് ഓക്കെ ഞാനത് ചെയ്തോളാം എന്ന് പറയാൻ അവിടെയും നമുക്ക് പറയേണ്ട വാക്കാണ് അബ്ഷിർ യാ സയ്യിദ്, അബ്ഷിർ. അത് ലേഡീസിനോട് പറയുമ്പോൾ അബ്ഷിരി, അബ്ഷിരി എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെ നമ്മളൊരാളോട് സൈ ഖലാസ് മാഫി മുഷ്കില തയ്യബ് ഐവ എന്നൊന്നും പറയാതെ നിങ്ങൾക്ക് എന്ത് പറയാം? അബ്ഷിർ യാ ഷെയ്ഖ്, അബ്ഷിർ യാ അമ്മി, അബ്ഷിർ അല ഉയൂനി, അബ്ഷിർ അല ഖശ്മി എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ പ്രോമിസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അബ്ഷിർ അല ഐനി, അബ്ഷിർ അല ഉയൂനി എന്ന് പറയും, അബ്ഷിർ അല ഐനി എന്ന് പറയും, അബ്ഷിർ അല ഖശ്മി എന്നൊക്കെ പറഞ്ഞാൽ പ്രോമിസാണ്. ഓക്കെ പക്ക എന്ന് നമ്മൾ പറയുമല്ലോ, റെഡി, ഞാനത് ചെയ്തിരിക്കും, ഇതാണ് അർത്ഥം. അപ്പം 2 വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. അതിൽ നിന്ന് വന്ന മറ്റു വാക്കുകളെ നമ്മൾ പഠിച്ചു. ഒന്ന് തമ്മിന്നി എന്നാണ്, മറ്റൊന്ന് ബഷീർനി എന്നാണ്. ഓക്കെ, ഇങ്ങനെ അറബികളോട് അവരുടെ സ്നേഹവും ബന്ധവും ബഹുമാനവും നേടിയെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. എല്ലാവിധ ആശംസകളും. ശുക്രൻ ലിഹുസ്നി മുതാബഅതികും. മഅസ്സലാമ.